നമസ്കാരം. വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. 6 കിലോഗ്രാം കഞ്ചാവുമായി തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി പെരിന്തൽമണ്ണയിൽ പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന മുഖ്യ പ്രതിയാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന കഞ്ചാവ് വിൽപ്പനക്കാർക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത സംഘത്തിന്റെ കണ്ണികളെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാർ IPSനു ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി PA ശിവദാസന്റെ നേതൃത്വത്തിൽ CI MP രാജേഷ്, SI ജയേഷ് ബാലൻ, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം ദിവസങ്ങളോളം ജില്ലാ അതിർത്തികളിലും മറ്റും മഫ്റ്റിയിൽ നിരീക്ഷണം നടത്തിയതിന്റെ ഭാഗമായി തിരുപ്പൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും പാലക്കാട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് ബസ്സിലും ട്രെയിനിലും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന മുഖ്യ കണ്ണിയായ തിരുപ്പൂർ മേലമ്പാളയം സ്വദേശി കുമാറിനെയാണ് 6 കിലോഗ്രാം കഞ്ചാവുമായി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ആന്ധ്രയിലെ വിശാഖപട്ടണം, ധ്വനി എന്നിവിടങ്ങളിൽ നിന്നും കുറഞ്ഞ വിലക്ക് വാങ്ങി തിരുപ്പൂർ, കോയമ്പത്തൂർ ഭാഗങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ സംഭരിച്ച് 5 മുതൽ 10 കിലോഗ്രാം വരെ പൈക്കുകളിലാക്കി കേരളത്തിലെ വിതരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതായും ഇതിനുവേണ്ടി മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നതായും പോലീസ് പറഞ്ഞു. ഇത്തരത്തിലുള്ള സംഘങ്ങളെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ചെറുകിട വിൽപ്പനക്കാരെ നിരീക്ഷിച്ചു വരികയാണെന്നും ജില്ലാ നാർക്കോട്ടിക് സ്ക്വാഡ് നോഡൽ ഓഫീസർ കൂടിയായ പെരിന്തൽമണ്ണ DYSP PA ശിവദാസൻ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാർ IPSന്റെ മേൽനോട്ടത്തിൽ പെരിന്തൽമണ്ണ DYSP, CI, SI എന്നിവർക്ക് പുറമെ ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ CP മുരളീധരൻ, പ്രദീപ് M, മനോജ് കുമാർ, NT കൃഷ്ണകുമാർ, ഫാസിൽ കുരിക്കൽ, റഹ്മത്തുള്ള, അനീഷ് P, ജിനേഷ്, സുകുമാരൻ, വിപിൻ ചന്ദ്രൻ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.